ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്ര പൂജയോട് മുറിയിൽ കയറി ചെന്ന് രഞ്ജിതയുടെ ഓഫീസിലെ ജോലി വേണ്ടെന്ന് വെക്കണം എന്നുള്ള കാര്യം പറയുക. കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, ജോലികൾ അവിടെ ചെയ്യേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ജോലി അന്വേഷിക്കാം. ഇനി അതല്ല, കുറച്ച് നാൾ ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയുക പൂജയോട്. അനുരുദ്ധി ഇപ്പോൾ തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മയെന്ന് ചോദിച്ചപ്പോൾ, പെട്ടെന്നല്ല, ഇത് ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ എൻ്റെ ജോലിയൊക്കെ രാജിവെക്കണോ അമ്മേ എന്നിങ്ങനെ പൂജ ചോദിക്കുമ്പോൾ, നീ അവിടെ ജോലി ചെയ്താൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം പറയുക സുമിത്ര. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞു പൂജ. രഞ്ജിതയുടെ കമ്പനിയിലെ ജോലിയും അവളുമായുള്ള നിന്റെ കൂട്ടുകെട്ടും മോനെ നിന്നെ പഴയ പൂജയല്ലാതാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം സുമിത്ര പറയുന്നു. ഈ നില തുടർന്നു പോയാൽ നീ എന്നിൽ നിന്നും വല്ലാതെ അകന്നു പോകുമെന്നും സുമിത്ര പറയുക. ഇതൊക്കെ പൂജ ഇങ്ങനെ കേട്ട് നിൽക്കുക കേട്ടോ. അതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. പഴയ പൂജ രഞ്ജിതയെ വെറുത്തിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ പൂജയോ രഞ്ജിതയെ സ്നേഹിക്കുന്നു. ഏത് നിമിഷവും രഞ്ജിതയുടെ ആ ഒരു ഇതിലാണ് നീ ഇപ്പോൾ ഉള്ളത് മോളെ. എനിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാലം മാറുമ്പോൾ ആളുകളും മാറില്ലേ അമ്മയെന്ന് പൂജ സുമിത്രയോട് ചോദിക്കുന്നു. രഞ്ജിത ആൻറ്റിയും മാറിയത് വളരെ പോസിറ്റീവായിട്ടാണ്. അവർക്ക് അമ്മയോട് പഴയ വിദ്വേഷങ്ങളൊന്നും ഇല്ല, ഉണ്ടെന്ന് അമ്മ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ പണ്ട് അമ്മയുടെ മകൻ പ്രതീക്ഷേട്ടൻ എങ്ങനെയായിരുന്നു, ഇന്ന് പ്രതീക്ഷേട്ടൻ മാറിയില്ലേ? അതുപോലെ എല്ലാവരും മാറും അമ്മേ. എല്ലാവരും മാറി നല്ലൊരു രീതിയിൽ സന്തോഷമായിട്ട് എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ദിവസത്തെ പറ്റി അമ്മയ്ക്ക് എന്തുകൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പൂജ ചോദിക്കുന്നു. അമ്മയോട് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പല തവണ രഞ്ജിത ആൻറ്റി എന്നോട് പറഞ്ഞതാണെന്നും അതിനൊരവസരം അമ്മ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞു. ഈ മാറ്റങ്ങളൊക്കെ നല്ലതല്ലേന്ന് ചോദിച്ചപ്പോൾ, മാറ്റങ്ങളൊക്കെ നല്ലതാ മോളെ, പക്ഷേ ഈ മാറുന്നവരുടെ പ്രവൃത്തിയും വാക്കും അതൊന്നാവണമെന്നും സുമിത്ര പറയുന്നു. നീ പറയുന്ന ഈ രഞ്ജിത ആൻറ്റിയുടെ വാക്കും പ്രവൃത്തിയും അതൊന്നല്ല. നിന്നോട് പറയുന്നത് പോലെയൊന്നും അല്ല അവൾ എന്നോട് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും. അവളുടെ മനസ്സിലെ ഉദ്ദേശം മറ്റൊന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുമിത്ര പൂജയോട് പറഞ്ഞു. ഈ കളിയിൽ എന്നെ വിജയിക്കാനുള്ള അവളുടെ ആയുധം മാത്രമാണ് നീ, മോളെ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അമ്മ രഞ്ജിതാൻ്റിയോടുള്ള വൈരാഗ്യമൊക്കെ മറന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ അമ്മയുള്ളൂ. ഇതൊക്കെ അമ്മ പിന്നെ എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ? അമ്മ സമയമെടുത്ത് ആലോചിക്കാൻ പറഞ്ഞു. തൽക്കാലം എന്തായാലും ഈ ജോലി വേണ്ടെന്ന് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജോലി രാജിവെക്കാൻ ന്യായമായ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഇതൊക്കെ സുമിത്രയോട് പൂജ പറഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ഞെട്ടലോടെ കേട്ട് നിൽക്കുന്നത്. അമ്മ പറഞ്ഞതൊക്കെ ഒരു വ്യക്തമായ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും പൂജ സുമിത്രയോട് പറയുക കേട്ടോ. സുമിത്ര ഇത് കേട്ട് ഇങ്ങനെ വാഗവല്ലാതെയായി. അപ്പോൾ കൈവിട്ടു പോയി എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര നേരം പൂജയോട് പറഞ്ഞു, നീ നന്നായി സംസാരിക്കാൻ പഠിച്ചു. രഞ്ജിത നിന്നെ നല്ല ഭംഗിയായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നും സുമിത്ര പൂജയോട് പറയാം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം നിന്റെ അച്ഛൻ്റെ വാക്കുകൾ ധിഖരിക്കുന്നു എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞു നമ്മളുടെ സുമിത്ര ഇങ്ങനെ പറഞ്ഞു. നീ ജോലി രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്നും സുമിത്ര പൂജയോട് വീണ്ടും പറഞ്ഞു. ഇത്ര ദിവസത്തിനുള്ളിൽ അത് ചെയ്യാൻ കഴിയുമെന്ന് നീ എന്നോട് ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്നും, പക്ഷേ നീ അത് ചെയ്തേ പറ്റുമെന്നും സുമിത്ര പൂജയോട് തറപ്പിച്ചു പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ സുമിത്ര അങ്ങ് ഇറങ്ങിപ്പോയി. പൂജ ഭയങ്കര ധർമ്മസങ്കടത്തിലുമായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര നേരെ പോകുന്ന അനിരുദ്ധിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നീ എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞു. ആ കമ്പനിയിൽ ഒന്ന് പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രഞ്ജിതാൻ്റിയുടെ കമ്പനി അല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ. അല്ല, നമ്മളെന്തിനാ ആ കമ്പനി അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പം, ആവശ്യമുണ്ട് മോനെ. തൽക്കാലം നമ്മൾ രണ്ടുപേരും ഈ കാര്യം അറിഞ്ഞാൽ മതി. അനന്യോട് പോലും ഈ കാര്യം നീ സൂചിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അമ്മ, ഞാൻ സമ്മതിച്ചു, ഞാൻ പോയി അന്വേഷിക്കാം. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇതിൻ്റെ കാര്യം എന്താണെന്ന് തൽക്കാലം മോനെ അറിയണ്ടെന്ന് പറഞ്ഞു. സമയമാകുമ്പോൾ അമ്മ തന്നെ നിന്നോട് ഇതൊക്കെ പറഞ്ഞോളാമെന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര അങ്ങനെ പോണു. അനിരുദ്ധ അവിടെ ആലോചിച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് അപ്പുവിനെ ആട്ടോ. അപ്പു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അപ്പുവിൻ്റെ ഫോണിലേക്ക് സുമിത്രയുടെ കോൾ വരിക. അപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി വരാമെന്നും പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിതയും അതുപോലെ മകനും കൂടെ സംസാരിക്കുകയാണ് പൂജയുടെ കാര്യങ്ങൾ. അപ്പോൾ പൂജ പറഞ്ഞത് മമ്മി ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പൂജ പറഞ്ഞത് കൊണ്ട് മാത്രം സുമിത്ര ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രഞ്ജിത മകനോട് പറയുക. പിന്നെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പം, സുമിത്രയ്ക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നണം. പൂജയെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ അവൾ സുരക്ഷിതയാണ് എന്നുള്ളൊരു തോന്നൽ അത് സുമിത്രയിൽ ഉണ്ടാക്കിയെടുക്കണം. അത് പിന്നെ സുമിത്ര ആൻറ്റിക്ക് എന്നെക്കുറിച്ചെല്ലാം അറിയാവുന്നതല്ലേ എന്ന് മകൻ പറയുമ്പോൾ അത് പോരാ, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അവസരങ്ങൾ ഉണ്ടാക്കി നീ സുമിത്രയുമായിട്ട് കാണുകയും കൂടുതൽ അടുത്തിടപഴകി സംസാരിക്കുകയും ഒക്കെ വേണമെന്നും പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ അരവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വേഗത്തിൽ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട് രഞ്ജു, നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനേ സുമിത്രയ്ക്ക് താമസമൊന്നും ഉണ്ടാവില്ലെന്ന്
അരവിന്ദൻ പറയാം. അപ്പോൾ രഞ്ജിത ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അവിടെയാണ് നമ്മൾ അടുത്ത തന്ത്രം പ്രയോഗിക്കേണ്ടത് എന്ന് രഞ്ജിത ഭർത്താവിനോടും മകനോടും പറയുന്നു. രോഹിത്തേട്ടൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അമിതമായ ഒരു താല്പര്യങ്ങളുമില്ല എന്ന് ബോധ്യപ്പെടണം അവൾക്ക്. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പഴയതിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുപാട് മാറി എന്ന് സുമിത്ര തിരിച്ചറിയണം. അവിടെയാണ് നമ്മുടെ പ്ലസ് പോയിന്റ്, അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. പങ്കജ് അത് സുമിത്രയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇനി കളിക്കളത്തിൽ നീ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഇതിനോടകം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നും രഞ്ജിത പറയാം. അപ്പം അതെന്താ രഞ്ജു എന്ന് ഭർത്താവ് ചോദിക്കുന്നു. ശ്രീനിലയത്തിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇവരിങ്ങനെ കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുക. അവിടെയെല്ലാം പൂജയ്ക്ക് താങ്ങും തണലുമായി നമ്മൾ ഉണ്ടാകണം, നമ്മൾ നിൽക്കണമെന്നും രഞ്ജിത പറയണം. അത് മാത്രമല്ല, പ്രതീഷിൻ്റെ കാര്യത്തിലും നമ്മൾ അവനെ സഹായിച്ചു എന്നുള്ളൊരു തോന്നൽ മാത്രമേ സുമിത്രയ്ക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവനെ ജാമ്യത്തിൽ ഇറക്കി എന്നുള്ളൊരു തോന്നൽ സുമിത്രയ്ക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞ് ഭാര്യയും ഭർത്താവും മകനും കൂടെ സംസാരിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ട ആ ഒരു സമയത്തുണ്ടായ സംസാരം ഉണ്ടല്ലോ, അത് പ്രശ്നമാവില്ലേ? പിന്നെ സുമിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാവല്ലോ, അത് മാത്രം മതിയല്ലോ. നമ്മുടെ ഈ നമ്പർ ഒന്നും സുമിത്രയുടെ മുന്നിൽ ചിലവാകുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുന്നു. അപ്പോൾ സുമിത്ര വളരെ വളരെ മിടിക്കുക, ബുദ്ധിമതിയാ. പക്ഷേ ആ ബുദ്ധിമതിയെ തളയ്ക്കാനും വഴികളുണ്ട്. അതുപോലെ തന്നെ സ്നേഹമുള്ളവളുമാണ്. ആ സ്നേഹത്തെയാണ് നമ്മൾ ചൂഷണം ചെയ്യേണ്ടതെന്നും അതാണ് നമ്മൾ കയ്യിലെടുക്കേണ്ടതെന്നും അങ്ങനെ സുമിത്രയെ കൊണ്ട് തന്നെ ഈ വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് പറയിക്കണമെന്നൊക്കെ രഞ്ജിത ഇങ്ങനെ ഭർത്താവിനോടും മകനോടും പറയുന്നു. ഭാര്യ പറയുന്നതൊക്കെ അക്ഷരം പ്രതി ഭർത്താവ് അനുസരിച്ച് അവിടെ നിൽക്കുക. എന്തായാലും ഇവരുടെ പ്ലാനുകളെല്ലാം അവിടെ വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുമിത്ര അപ്പുവിനെ വിളിച്ച് ഈ ഡയറി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡയറി എല്ലാം വായിച്ചുകൊണ്ട് നമ്മുടെ അപ്പു ഇരിക്കുന്നു. അപ്പോൾ എന്താണോ രോഹിത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ രോഹിത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതെല്ലാം വിശദമായി ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം അവൾക്ക് കിട്ടുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ടാകാം. എൻ്റെ ജീവന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ രഞ്ജിതയായിരിക്കും അതിന് ഉത്തരവാദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് രോഹിത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആ ഒരു വലിയ നിധിയാണ് നമ്മുടെ സുമിത്രയുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ സുമിത്ര പറയാണ്, രോഹിത്തിന് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം വിശദമായി ഇങ്ങനെ എഴുതി വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അപകടത്തിന് പിന്നിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ എന്നൊക്കെ അപ്പു ചോദിച്ചപ്പം അതിനും സാധ്യതയുണ്ടെന്ന് പറയുക. അപ്പോൾ ബാക്കിയും കൂടെ വായിച്ചു നോക്കാൻ പറഞ്ഞു സുമിത്ര അപ്പുവിനോട്. അങ്ങനെ നമ്മുടെ അപ്പു എല്ലാം വായിക്കുകയാണ്. പൂജമോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഭയമുണ്ട്. സുമിത്രയുടെ അടുത്ത് അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അവളെ റാഞ്ചിയെടുക്കാൻ രഞ്ജിത ശ്രമിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഞാനില്ലാതായാൽ രഞ്ജിത പൂജയെയും ചേർത്ത് ഇല്ലാണ്ടാക്കി കളയും. ഇതൊക്കെ നമ്മുടെ രഞ്ജിതയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. സ്നേഹം ഭാവിച്ചും കരഞ്ഞു കാണിച്ചും പൂജയെ അവൾ എങ്ങനെയെങ്കിലും വരുതിയിലാക്കും. അങ്ങനെയാണ് അവളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. സുമിത്രയിൽ നിന്നും പൂജയെ അവൾ അകറ്റാൻ പല തന്ത്രങ്ങളും അവൾ പ്രയോഗിക്കും. ഇതെല്ലാം വായിച്ച് നമ്മുടെ അപ്പു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഒരിക്കൽ അവർ തമ്മിലൊരു വഴക്കുണ്ടായി. രോഹിത്തിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ചിലതുകൂടി രഞ്ജിതയുടെ പേരിൽ എഴുതി കൊടുക്കണം എന്നവൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രോഹിത് അത് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്നിട്ട് അങ്കിൾ അത് കൊടുത്തോ, എന്താ സംഭവിച്ചത് ഇതൊക്കെ ചോദിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം സുമിത്ര പറയാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ സ്ത്രീ തന്നെയാണെന്ന് അപ്പവും ഉറപ്പിച്ചു. അങ്ങനെ എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ തന്നെ വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് അവൾ പൂജമോളെ ഇപ്പോൾ ചാക്കിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ രോഹിത് എഴുതിയതായിട്ടും അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ ഇത്രയും കളികൾ കളിക്കുന്നത്. അവൾ വിചാരിച്ചതുപോലെ ഇത്രയും കാലമായിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ അവളിപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സുമിത്ര പറയുമ്പോൾ അപ്പച്ചീനി ഒട്ടും വൈകിക്കരുത്, ഇതെല്ലാം പൂജയെ കാണിക്കണമെന്ന് പറഞ്ഞു സുമിത്രയോട് അപ്പു. എന്നിട്ട് അപ്പോൾ അത് തിരിച്ച് സുമിത്രയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇത് പൂജയെ കാണിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് സുമിത്ര അപ്പുവിനോട് പറയുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ സ്വരമോളയും അതുപോലെ തന്നെ അനന്യയുമാണ്. അവർ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരുന്നു. കൊച്ചും അനന്യ നല്ല വർത്താനമൊക്കെ പറഞ്ഞാൽ വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രതീഷ് വണ്ടി കൊണ്ടുവന്ന് അങ്ങനെ നിർത്തി. അപ്പോൾ കൊച്ച് പ്രതീഷിനെ കണ്ടപ്പോൾ വലിയ ചിരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് മോള് വാന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് നോക്കും അനന്യ. അപ്പോഴേക്കും മോളെന്നും പറഞ്ഞ് വിളിച്ചു പ്രതീഷ് എന്നും പറഞ്ഞുകൊണ്ട് അനന്യ തലയാട്ടി കാണിക്കുക കൊച്ചിനെ പേടിച്ചു വിറച്ച്. അപ്പോൾ പ്രതീഷിന് മനസ്സിലായി കാര്യങ്ങൾ. പ്രതീഷ് എന്നിട്ട് മോളെ അടുത്തേക്ക് വിളിക്കുക. അപ്പോൾ വാ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങളെന്നും പോകുന്നതും വരുന്നതും നടന്നാണെന്ന് അനന്യ പ്രതീഷിനോട് പറയുന്നു. വഴിയിലൂടെ നടക്കുന്നത് മോൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ മാക്സിമം കൊച്ചിനെ അകറ്റാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നമ്മുടെ പ്രതീഷ് എന്ത് ചെയ്തു, വേഗം ചെന്ന് കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ ഊരി മേടിച്ച് സ്വരമോളെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് നോക്കുക.
അപ്പോൾ അങ്ങനെ സ്വരമോളെ ഒരു ഇതിന് വേണ്ടി കൊണ്ടുപോകാനായിട്ട് അതൊന്ന് കറങ്ങാനായിട്ട് പോകാനാണെന്നും പറഞ്ഞുകൊണ്ട് സ്വരമോളെ വിളിക്കുന്നു. അപ്പോൾ സ്വരമോള് പോകാതെ ഇങ്ങനെ മമ്മിയെ നോക്കി നിൽക്കുമ്പോൾ മമ്മി സമ്മതിക്കും, മോള് ഒരു ഇതും പറയണ്ട, മോൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നേ എനിക്കറിയാം, ചെറിയച്ച മേടിച്ചു തരാം, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ സ്വരമോളെയും കൊണ്ട് കൊച്ചിനെയും കൊണ്ട് നമ്മുടെ പ്രതീക്ഷ പോകുക. അനന്യയാണെങ്കിൽ ആകെ നിസ്സഹായതയോടുകൂടി നിൽക്കുന്നു. അപ്പോൾ കൊച്ചിനെ ഇങ്ങനെ നമ്മുടെ അനന്യ വഴക്ക് പറയുമ്പോൾ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തതെന്നൊക്കെ പ്രതീക്ഷ അനന്യയോട് ചോദിക്കുന്നു. സ്വരമോളുടെ കാര്യത്തിൽ പ്രതീക്ഷ പ്ലീസ് ഇനി എന്നോട് ഈ രീതിയിൽ സംസാരിക്കരുത്, ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ പറയാം. അപ്പം നിങ്ങളല്ലേ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് പ്രതീക്ഷ ചോദിച്ചു. എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് സ്വരമോളുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാവല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അനന്യ വീണ്ടും പറയുമ്പോൾ ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നതെന്ന് പ്രതീക്ഷ വീണ്ടും വീണ്ടും ചോദിക്കാം. യഥാർത്ഥത്തിൽ എനിക്ക് അവകാശമുള്ളത് എന്താണെന്ന് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് തുറന്നു പറയണോ, വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പ്രതീക്ഷ ഭീഷണിപ്പെടുത്തുക. പക്ഷേ പിന്നീട് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ അതിനൊന്നും ഉത്തരവാദി ആയിരിക്കില്ല, നിങ്ങളിൽ നിന്നല്ല എന്നിൽ നിന്നാണ് നിങ്ങൾ പലതും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രതീക്ഷ പറഞ്ഞു. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ അനന്യ അവിടെ നിന്ന് കരയോ. അനന്യയുടെ കരച്ചിൽ കണ്ടപ്പോഴേക്കും നമ്മുടെ സ്വരമോൾ വേഗം പ്രതീക്ഷയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോൾ പ്രതീക്ഷയുടെ മനസ്സും അലിഞ്ഞു കേട്ടോ. അനന്യ അവിടെ നിന്ന് ഇങ്ങനെ വലിയ കരയുക. അപ്പം മമ്മി കരഞ്ഞാൽ അതെനിക്ക് സങ്കടമാകും എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോള് പ്രതീക്ഷനോട് പറയുന്നു. അങ്ങനെ അവർ ആ പെരുവഴിയിൽ നിന്ന് സംസാരിക്കുക. അങ്ങനെ നമ്മുടെ അനന്യയുടെ സങ്കടം കണ്ടപ്പോഴേക്കും കൊച്ചു പ്രതീക്ഷൻ്റെ കയ്യിലേക്ക് പിടിച്ചു. പ്രതീക്ഷ വേഗം തന്നെ കുഞ്ഞിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം നമുക്ക് കാറിൽ പോകാം മോളെ എന്ന് കുഞ്ഞിനോട് പറയാം. അപ്പോൾ പോകാമെന്ന് സ്വരമോള് സമ്മതിച്ചു. മമ്മി വാ മമ്മി, ചെറിയച്ഛൻ നമ്മളെ ഇത്രയും വിളിച്ചല്ലേ, മമ്മി വാ മമ്മി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊച്ചു വിളിക്കുന്നു. അങ്ങനെ അവർ ആ വണ്ടിയിൽ കയറി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ പുതിയ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.